ഹായ് നമസ്തേ കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പരിപാടി വിശ്വനാഥ് ആൻഡ് സൺസ് അതിന്റെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം, കണ്ടുനോക്കാം. ഓക്കെ. சஞ்சய் விஸ்வநாத் இது வரைக்கும் எத்தனையோ பிஸ்டல் காம்படிஷன்ஸ்ல ஜெயிச்சிருக்காரு. ஆனா இப்போ வேற கண் பார்வைக்கு 20 ஃபிட்னஸ் 40 தாண்டி പിസ്റ്റൽ കോമ്പറ്റീഷൻ. This is Maddie. லாவிஷ் லைஃப் ஸ்டைல் இஷ்டத்துக்கு செலவு பண்ணும். நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவன் இப்படிதான் நம்மளை விட பெரிய ஆள் இருக்காங்கிறத காட்டுவான். ப்ராப்ளம் இல்ல, எனக்கு ப்ராப்ளம். என்னடா எங்க இருந்துடா இவளை புடிச்சிட்டு வந்த? லவ்வா അതുള്ളല്ലേ. ரொம்ப ஒட்டாத, அப்புறம் கஷ்டமா இருக்கும். நிமிடம் 20 வயசு சின்னவா. எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். ப்ளீஸ் நீ ஒரு சொடுக்கு போட்டு உன் வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சொடக்கு போடுறேன், நீ விழு போதும். ഈ പാട്ട് ഞാൻ എവിടെയോ അതില്ല, പാട്ടില്ലേ വാനം പാട്ട്, അതിന്റെ ടൂണല്ലേ. കൊച്ചായി. വിശ്വനാഥന്റെ സൺ അതായിരിക്കുമല്ലോ. സൂര്യ വിശ്വനാഥന്റെ സൺ. വിശ്വനാഥന്റെ സൺ. ഓ, അതിന്റെ തമിഴിൽ നമുക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ, അപ്പൊ അതായിരിക്കും എന്നുള്ളതിന്റെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതാണ് കാര്യം. എനിക്ക് ഒരു പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടാ, വേറെ കാര്യമുണ്ട്. ഇത് ഫാൻ ഗേളാണ്, സൂര്യയുടെ ഭയങ്കര ഫാൻ ബോയ് അല്ല, ഫാൻ ഗേള്. അതായിരിക്കാം ചിലപ്പോ. നീ ഒരു പറഞ്ഞ പോയിന്റ് അത് തന്നെ, അത് വെച്ചായിരിക്കും കാസ്റ്റ് ചെയ്തത്. ചിലപ്പോ അങ്ങനെയായിരിക്കും, അല്ലാതെ ഇത് വരാൻ വഴിയില്ല. അതാണ് സൂര്യക്ക് നല്ല ഒരു ഇത് ഫ്രണ്ട് പോലെ അനിയത്തി പോലെ ഒക്കെ ആയിരിക്കും ആ ഒരു റിലേഷൻ. ഇനി അഥവാ ഇനി മോനെ ദത്തെടുക്കണതാണ്. അല്ലല്ല, ലാസ്റ്റ് സിഗ്നേച്ചർ ഉണ്ട്. അപ്പൊ എന്തായാലും കല്യാണം കഴിക്കുന്നുണ്ട് ലാസ്റ്റ്. അത് അതിന് മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്ന് എന്താ ഉറപ്പ്? പിന്നെ ഉപ്പ് വേറെ എന്തെങ്കിലും ഇടാൻ പറ്റും. അല്ല, ദത്തെടുക്കുമ്പോ ഉപ്പിട്ടു. അല്ലല്ല, അത്രയും ഒരു ക്ലോസപ്പ് സീൻസ് അങ്ങനെ ക്ലോസപ്പ് അല്ല, ജസ്റ്റ് അല്ലാതെ സീൻസ് എനിക്ക് എന്തായാലും ഇവര് പേരായിട്ട് തോന്നുന്നു. നമ്മളിപ്പോ മമിത ബൈജുവിനെ കുറെ കണ്ടോണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഒരു നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യണ്. മമിത ബൈജുവിനെ സത്യം പറഞ്ഞ ആളും ഒരു യങ് ആയിട്ടുള്ള പെണ്ണും, അതാണ് ആ ഒരു കാര്യമായിരിക്കും. പിന്നെ മമിത ബൈജുവിനും പേരായിട്ട് നമ്മളെ മനസ്സിലെപ്പോഴും ആരാണ് അല്ലേ. ഇപ്പം നമ്മളെ ദുരന്തറിലായാലും ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അത് ഇങ്ങനല്ല, അത് പറയണുണ്ട്. അത് ഇങ്ങനെ ഇത്ര കാര്യം അവരങ്ങനെയാണല്ലോ. ഇത് അങ്ങനെയല്ല. ഇത് സിനിമ തന്നെ പറയണുണ്ടോ ഇതിനകത്ത് അങ്ങനെ പറയുമായിരിക്കും. അതായിരിക്കും കണ്ടന്റ്. അത് തന്നെ പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നല്ലൊരു നീ പറഞ്ഞല്ലോ അതിന്റെ അതേ ഒരു അതന്നെ ജി.വി. പ്രകാശാണ് മ്യൂസിക്. അതല്ലെന്ന് മറ്റേ വാനം പാത്ത് അതിന്റെ അതെ അല്ലേ. അതെ, ലുക്കൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ലുക്കിനെ പറ്റി പിന്നെ പിന്നെ കൊറേ നാളായി സൂര്യൻ ഒരു പടം വിജയിച്ചു. കൊറേ നാളായി. ഇതും കൂടെ ഹിറ്റ് ആവട്ടെ, അത്രേ പറയാനുള്ളൂ. സൂര്യ ഫാൻസ് കമന്റ് ചെയ്യൂ, സൂര്യ ഫാൻസ് തിരിച്ചു വരാം. പിന്നെ ഇതിലെന്തോന്ന് പിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. മെഡലൊക്കെ നടന്നു. പിസ്റ്റൽ പ്ലെയർ അല്ല, പിസ്റ്റൽ പ്ലെയർ എന്തോ പിസ്റ്റൽ ആ സാധനം. അപ്പൊ മെഡലൊക്കെ അടിച്ച് എനിക്ക് തോന്നുന്നു ഈ വയസ്സാകുമ്പോഴത്തേക്കും മിക്കവാറും വേറെ ഒരാളുമായിട്ട് എന്തെങ്കിലും ഇത് വരുമായിരിക്കും, ചലഞ്ച് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്ക് ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ എന്നാ നേരത്തെ പറഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ പുതിയ ഈ സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനി വരുമ്പോ വരാം. അപ്പോൾ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നവരെ.